ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ബെക്കൻ ബോവർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. താരമായും പരിശീലകനായും ജർമ്മനിക്ക് ഫുട്ബോൾ ലോകകപ്പ് നേടിക്കൊടുത്ത പ്രതിരോധ താരമായിരുന്നു ഫ്രാൻസ് ബെക്കൻ ബോവർ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജയേഷ് പൂക്കോട്ടൂരുണ്ട്. ജയേഷ്, ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ കൈസറായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട ഇതിഹാസ താരമാണ് ഓർമ്മയാകുന്നത്. ആര്യ, കൈസർ എന്നും എംബറർ എന്നുമാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ ആരാധകർക്കിടയിൽ, പണ്ഡിറ്റുകൾക്കിടയിൽ അറിയപ്പെടുന്നത്. ജർമ്മൻ ഫുട്ബോളിന്റെ അക്ഷരാർത്ഥത്തിൽ രാജാവ് തന്നെയായിരുന്നു. ജർമ്മൻ ഫുട്ബോൾ ഭരിച്ച രാജാവ് തന്നെയാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എംബറർ എന്ന് ഒരു വാക്ക് സൂചിപ്പിക്കുന്നത്. ഒരുപാട് വലിയ നേട്ടങ്ങൾ സ്വന്തമായുള്ള, രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള താരമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. നായകൻ എന്ന നിലയിലും പരിശീലകൻ എന്ന നിലയിലും ജർമ്മനിക്ക് ലോകകപ്പ് സമ്മാനിച്ച അപൂർവ ബഹുമതി ഉടമയാണ് അദ്ദേഹം. 1974 ലോകകപ്പിലായിരുന്നു ബെക്കൻ ബോവർ നായകനായി ജർമ്മനിക്ക് കിരീടം നേടിക്കൊടുത്തത്. പിന്നീട് 16 വർഷങ്ങൾക്ക് ശേഷം 1990 ലോകകപ്പിൽ ജർമ്മനി കിരീടം ചൂടുമ്പോൾ പരിശീലകന്റെ റോളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അതിഗംഭീരമായ കരിയറിനുടമയാണ് അദ്ദേഹം. 3 ലോകകപ്പിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 66, 70, 74 ലോകകപ്പുകളിൽ ജർമ്മനിക്ക് വേണ്ടി അദ്ദേഹം കൂട്ടുകെട്ടി. 19 വർഷത്തിനിടെ 103 മത്സരങ്ങളാണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. ദീർഘകാലം ടീമിന്റെ നായകനായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ പിന്നീട് 2 താരങ്ങൾക്ക് മാത്രമാണ്, അതായത് ബ്രസീലിന്റെ മരിയോ സഗാലോയ്ക്കും ഒപ്പം തന്നെ ദ്വിതീയ ദശാംശനും മാത്രമാണ് പിന്നീട് നായകനായും ഒപ്പം തന്നെ പരിശീലകനായും ലോകകപ്പ് ഉയർത്താനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. 74-ൽ സാക്ഷാൽ യോഹാൻ ക്രൈഫിന്റെ, ടോട്ടൽ ഫുട്ബോളിന്റെ ആശാൻ യോഹാൻ ക്രൈഫിന്റെ ടീമിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ബെക്കൻ ബോവറിന്റെ ടീം കിരീടം ചൂടിയത്. തുടക്കത്തിൽ ഒരു ഗോൾ പിന്നിലായിരുന്നിട്ട് പോലും അവർ പിന്നീട് അതിശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. 1971-ലും 76-ലും അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട്. ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം ജർമ്മൻ ക്ലബായ ബയൺ മ്യൂണിക്കിനായിരുന്നു കൂടുതൽ കാലം കളിച്ചിട്ടുള്ളത്. നിരവധി തവണ അദ്ദേഹം, അതായത് 74-ലും 75-ലും 76-ലും തുടർച്ചയായി ബയണിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ അദ്ദേഹം മുത്തമിട്ടിട്ടുമുണ്ട്. പിന്നീട് ബയണിന്റെ പരിശീലകനായും ഒപ്പം തന്നെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ജർമ്മൻ വാർത്താ ഏജൻസിയായ DPA ആണ് അദ്ദേഹത്തിന്റെ മരണവിവരം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ശരി.